ഒരു കാലത്ത് വൻ വിവാദമായിരുന്നു ഇസ്ലാമിക് ബാങ്കിംഗ് എന്ന ആശയം. എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ സഹായത്തോടെ ഇസ്ലാമിക് ബാങ്കിംഗ് നടപ്പാക്കാനൊരുങ്ങുകയാണ്. സർക്കാർ ഏജൻസിയായ വ്യവസായ വികസന കോർപ്പറേഷന്റെ ഓഹരി പങ്കാളിത്തത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത്. വിവാദങ്ങളിൽപ്പെട്ട് നടപ്പാകില്ലെന്ന് പലരും വിധിയെഴുതിയ സംരംഭത്തിന് വീണ്ടും ജീവൻ വെക്കുന്നു. കഴിഞ്ഞ LDF ഭരണകാലത്താണ് ഇസ്ലാമിക് ബാങ്കിംഗ് എന്ന ആശയം മുന്നോട്ട് വരുന്നത്. എന്നാൽ അന്ന് ഇത് തുടങ്ങാനുള്ള ശ്രമത്തെ ഹൈക്കോടതി വിലക്കിയിരുന്നു. റിസർവ് ബാങ്കിന്റെയും സെബിയുടെയും അനുമതി കിട്ടിയതോടെ തടസ്സങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇസ്ലാമിക് ശരീഅത്ത് നിയമങ്ങളിലെ സാമ്പത്തിക തത്വങ്ങൾ ആധാരമാക്കി ചെയർമാൻ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എന്ന പേരിലാണ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 100 കോടി രൂപയുടെ പ്രാഥമിക മൂലധന നിക്ഷേപമാണ് ഇതിനുള്ളത്. ഇസ്ലാമിക് ശരിയ തത്വങ്ങളനുസരിച്ച് ഉള്ള ഒരു നിക്ഷേപ കമ്പനി എന്ന നിലയിൽ 2009 മുൻ സർക്കാരിന്റെ കാലത്ത് വിഭാവനം ചെയ്തത് ഈ കമ്പനിയെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ നിക്ഷേപങ്ങൾ പൂർണ്ണമായിട്ടും ഒരു വലിയൊരളവോളവും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന വിഷയത്തിൽ ആർക്കും തർക്കമുണ്ടാവുകയുമില്ല. റോഡുകൾ, ഹൈവേകൾ, പാലങ്ങൾ, വിമാനത്താവളങ്ങൾ, അതുപോലെ തുറമുഖങ്ങൾ, വൈദ്യുതി രംഗത്തെ ആധുനികവൽക്കരണം, ജലവിതരണ രംഗത്തെ ആധുനികവൽക്കരണം എന്നിങ്ങനെ തുടങ്ങി നാനാതരത്തിലുള്ള വികസനം ഉറപ്പുവരുത്താൻ വേണ്ടി ഗണ്യമായ തോതിൽ ഭാരതത്തിനും കേരളത്തിനും ഗുണം ചെയ്യുന്ന ഒരു പുതിയ സ്രോതസ് എന്ന നിലയിലാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി വിഭാവനം ചെയ്തത്. ഏതായാലും 2009 ആരംഭിച്ച് എന്ന് പറയുന്നെങ്കിൽ പോലും പലതരത്തിലുള്ള വൈതരണികളും തടസ്സങ്ങളും എല്ലാം കഴിഞ്ഞ് ഇവിടെ 2013 ജൂലൈ മാസമായപ്പോഴേക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഒരു നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായിട്ട് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാത്ത, ലോണുകൾ നൽകാത്ത, എന്നാൽ ഷെയർ ക്യാപിറ്റൽ സ്വീകരിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുകയും സർക്കാരിൻ്റേത് അടക്കമുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു മോഡലാണ് ഇവിടെ നമുക്ക് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. പലിശരഹിത ധനകാര്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ചെയർമാൻ ഫിനാൻഷ്യൽ സർവീസസിന്റെ ലക്ഷ്യം. ഒപ്പം കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നിർണായകമായ പങ്ക് വഹിക്കാൻ ഇസ്ലാമിക് ബാങ്കിംഗ് പദ്ധതിക്ക് കഴിയും. ഇതോടെ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഈ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2 തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിംഗ് നടത്താൻ, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യവഹാരം നടത്തുവാനാണ്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുവാനാണ് അനുവാദം നൽകിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഷെയർ ക്യാപിറ്റലായി സ്വീകരിച്ച തുക ഇക്വിറ്റി ഫിനാൻസ് ആയിട്ട് വിവിധ കമ്പനികൾ നിക്ഷേപിക്കുകയും അതിന്റെ ലാഭവിഹിതം കമ്പനിയും ഷെയർ ഹോൾഡറും തമ്മിൽ പങ്കുവയ്ക്കുക എന്ന രീതിയാണ് ഒന്ന്, ഓഹരി ഉടമയും തമ്മിൽ. രണ്ടാമതായിട്ടുള്ളത് ഇപ്രകാരം ഷെയർ ക്യാപിറ്റലായി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള ആസ്തികൾ, വലുതും ചെറുതുമായ വാഹനങ്ങളാകാം, ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സ് ആകാം, നിർമ്മാണ രംഗത്തുള്ള കൂറ്റൻ സാമഗ്രികളും യന്ത്രങ്ങളുമാകാം, ഇവയെല്ലാം വാങ്ങിയിട്ട് ലീസ് അടിസ്ഥാനത്തിൽ നൽകിക്കൊണ്ട് ആ ലീസിന്റെ റെന്റൽ പ്രതിമാസമോ അല്ലെങ്കിൽ വർഷത്തിൽ 4 തവണയോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന വാടക പിരിച്ചുകൊണ്ട് ആ വാടക പിരിക്കുകയും അതിന്റെ ലാഭവിഹിതം പങ്കുവയ്ക്കുകയും ചെയ്യുക എന്നൊരു രീതിയാണ്. ഈ 2 രീതികളാണ്. ഇസ്ലാമിക് ബാങ്കിംഗ് രീതി നടപ്പാകുന്നതോടെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിന്റെ അഭാവമില്ലാതാകും. ഇത് യുവ സംരംഭകർക്ക് ഏറെ ഗുണം ചെയ്യും. ഈ കമ്പനി ചെയർമാൻ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിന് കീഴിൽ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടും രൂപീകരിച്ചിട്ടുണ്ട്. ചെറുകിട സംരംഭകർക്ക്, തുടക്കക്കാർക്ക്, സ്റ്റാർട്ടപ്പ് വില്ലേജിലുള്ള പോലെയുള്ള തുടക്കക്കാർക്ക്, അതുപോലെ കേരളത്തിൽ സംരംഭകത്വം ഏറ്റെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ തുക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള മൂലധനം, തുടക്കക്കാർക്ക് വേണ്ടിയുള്ള മൂലധനം നൽകുവാൻ വേണ്ടി ചെയർമാൻ ഫണ്ട് എന്ന പേരിലുള്ള ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് 250 കോടി രൂപ ആകെ തുകയായിട്ട് വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിൽ 50 കോടി രൂപ തുടക്കം ആദ്യത്തെ ക്ലോസിംഗ് ആയിട്ട് സമാഹരിക്കുവാനും അത് തുടക്കത്തിൽ കുറച്ച് കമ്പനികൾക്കായിട്ട് വിനിയോഗിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചെയർമാൻ ഫണ്ട് എന്ന് പറയുന്ന വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് നോക്കി നടത്തുവാനും അതിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ചെയർമാൻ ഫണ്ട്സ് മാനേജ്മെന്റ് ലിമിറ്റഡ് എന്ന ഒരു സബ്സിഡിയറി കമ്പനിയും രൂപീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റൊരു സബ്സിഡിയറി കമ്പനി ചെയർമാൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നതാണ്. ചെയർമാൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പൊതുവെയും കേരളത്തിലും എല്ലാം കാണുന്ന ഒരു തരത്തിലും പൂർണ്ണമായിട്ട് ഉപയോഗശൂന്യമായി കിടക്കുന്ന സൃഷ്ടിപരമായിട്ടുള്ള ഉപയോഗത്തിന് വിനിയോഗിക്കാത്ത വഖഫ് ഭൂമി, അതുപോലെ മറ്റു തരത്തിലുള്ള എൻഡോമെന്റ് ലാൻഡ്സ്, വിവിധ സമുദായങ്ങളുടേതാകട്ടെ, അത്തരത്തിലുള്ള എൻഡോമെന്റ് ലാൻഡ്സ് എടുത്തുകൊണ്ട് അതിന്റെ കാര്യകർത്താക്കളായിട്ടുള്ള മുത്തവല്ലി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ, അതല്ലെങ്കിൽ മേൽനോട്ടക്കാരൻ,
അവരുടെയും അതാത് മത ബോർഡുകളുടെയും വഖഫ് ബോർഡുകളുടെയും മറ്റുള്ള ബോർഡുകളുടെയും എല്ലാം അനുമതിയോടുകൂടി ആ ഭൂമി ഏറ്റെടുത്ത് BOT അടിസ്ഥാനത്തിൽ വികസിപ്പിച്ച് കുറച്ച് വർഷങ്ങൾ നടത്തിയതിനു ശേഷം നമ്മുടെ മുതലും അതിനോടനുബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ചെറിയ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റും ആയതിനു ശേഷം ഈ ഭൂമിയും ഈ ആസ്തിയും പൂർണ്ണമായിട്ടും ഈ മേൽനോട്ടക്കാർക്കും സമിതിക്കും സമൂഹത്തിനും പൂർണ്ണമായിട്ട് തിരികെ നൽകുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രവാസികളിൽ നിന്നും പശ്ചിമേഷ്യൻ സ്ഥാപനങ്ങളിൽ നിന്നും ഗണ്യമായ നിക്ഷേപമാണ് ഇസ്ലാമിക് ബാങ്കുകൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വാസ്തവത്തിൽ ഷെയർ ക്യാപിറ്റൽ